നമസ്കാരം. ഇന്ന് നമുക്ക് വീണ്ടും ഒരു എക്സസൈസ് നോക്കാം. നമ്മളെല്ലാവരും സംഗീതം അഭ്യസിച്ച് തുടങ്ങുന്നത് മായാമാളവ ഗൗള രാഗത്തിലാണ് അല്ലേ? അപ്പം മായാമാളവ ഗൗളയിൽ ആദ്യം കുറേ എക്സസൈസസ് നമുക്ക് ഉണ്ട്. സരളി വരിശകൾ, മധ്യസ്ഥായി, താരസ്ഥായി, മന്ത്രസ്ഥായി, ജണ്ടവരിശകൾ, അലങ്കാരങ്ങൾ, വക്രചണ്ഡ വരിശകൾ, അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഗീതത്തിലേക്ക് കടക്കുന്നത്. ഗീതം എന്ന ആദ്യത്തെ ഗീതം തന്നെ മായാമാളവ ഗൗളയുടെ ജന്യമായ മലഹരി ആണ്. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് രാഗങ്ങളിൽ നമ്മൾ കുറച്ച് ഗീതങ്ങൾ പഠിക്കുന്നു. അത് കഴിഞ്ഞ് സ്വരജതി, ജതിസ്വരം. പിന്നെ നമ്മൾ വർണ്ണം എന്ന് പറയുന്ന മ്യൂസിക്കൽ ഫോമിലേക്കാണ് കിടക്കുന്നത്. വർണ്ണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർണ്ണം മോഹന രാഗത്തിലാണ്. ഇന്ന് ഞാൻ സ്വര പ്രാക്ടീസ് നോക്കുന്നത് മോഹന രാഗത്തിലാണ്. അപ്പം മായാമാളവ ഗൗളയിൽ നമ്മൾ പ്രാക്ടീസ് കഴിഞ്ഞാൽ അടുത്ത ഒരു രാഗത്തിൽ അകാര സാധകം അല്ലെങ്കിൽ സ്വര സാധകം ചെയ്യുന്നത് മോഹന രാഗത്തിലാണ്. മിക്ക സ്റ്റുഡൻസിനും അതായിരിക്കും കുറച്ച് ഈസി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ഔഡവ രാഗമാണ് മോഹനം. 28ാമത്തെ മേളകർത്ത രാഗമായ ഹരികാംബോജിയുടെ ജന്യരാഗമാണ്. അപ്പം മോഹനം എല്ലാവർക്കും ഫെമിലിയർ ആണെങ്കിലും ഹരികാംബോജി അത്രയും അതിന്റെ പേരന്റ് രാഗമാണ്. മോഹനത്തിന്റെ പേരന്റ് രാഗമാണ് ഹരികാംബോജി. അത് അത്രയും ഫെമിലിയർ ആയിരിക്കണമെന്നില്ല. മോഹന രാഗത്തിൽ ഒരുപാട് ഫിലിം സോങ്സ്, ഡിവോഷണൽ സോങ്സ്, ആൽബം സോങ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം മോഹനത്തിന്റെ സ്വരങ്ങൾ നമുക്ക് ആരോഹണം അവരോഹണം ഒന്ന് പാടി നോക്കാം. സരി ഗ പദ സാ ധ പ ഗ രി സ. ഇതാണ് മോഹനത്തിന്റെ ആരോഹണം അവരോഹണം. ഷഡ്ജവും പഞ്ചമവും കൂടാതെ ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ചതുശ്രുതി ദൈവതം എന്നിവയാണ് ഇതിനകത്ത് സ്വരങ്ങൾ വരുന്നത്. അകാര സാധകം എന്ന് പറയുന്നത് കർണാട്ടിക് മ്യൂസിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ദിവസേന ഉള്ള പ്രാക്ടീസ് നമ്മുടെ സംഗീതത്തെ ഇംപ്രൂവ് ചെയ്യുന്നു, നമ്മുടെ സംഗീത അറിവിനെ വർദ്ധിപ്പിക്കുന്നു. അതിലുപരി പാടാനുള്ള കേപ്പബിലിറ്റി വർദ്ധിക്കുന്നു നമുക്ക് അകാര സാധകം. അതുപോലെ തന്നെ പഠിക്കുന്ന ഓരോ രാഗങ്ങളിലുമുള്ള സ്വരസാധകവും നമുക്ക് സംഗീതത്തിലുള്ള പാണ്ഡിത്യം വർദ്ധിക്കുവാനായിട്ട് അല്ലെങ്കിൽ പാടുന്നതിനുള്ള കപ്പാസിറ്റി കൂട്ടുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഞാനിന്ന് മോഹന രാഗത്തില് അലങ്കാരത്തിലെ ഏറ്റവും അവസാനത്തെ സ്വരമായ ഏകതാളം, അവസാനത്തെ താളമാണ് ഏകതാളം. സപ്തതാള അലങ്കാരങ്ങളിലെ ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം, ചമ്പതാളം, ത്രിപുടതാളം, അടതാളം, ഏകതാളം. ഏറ്റവും അവസാനത്തെ സിമ്പിളായിട്ടുള്ള അലങ്കാരങ്ങളിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും ചെറുതും ആയിട്ടുള്ള താളമാണ് ഏകതാളം. ബീറ്റ് പിന്നെ 3 ഫിംഗർ കൗണ്ടിങ് ചേരുന്ന 4 അക്ഷരകാലം ഉള്ള ഒരു താളമാണ് ഏകതാളം എന്ന് പറയുന്നത്. ഏകതാളത്തിൽ നമുക്ക് മോഹനം ഒന്ന് പാടി നോക്കാം. മോഹന രാഗത്തിൽ ഏകതാളം പാടി നോക്കാം. ഇപ്പൊ നമ്മൾ മായാമാളവ ഗൗളയിൽ പഠിക്കുന്നത് സരി ഗ മ രി ഗ മ പ ഗ മ പ ധ മ പ ധ നി പ ധ നി സ, അങ്ങനെയാണ്. അപ്പം ഇത് മോഹനത്തിൽ വരുമ്പോഴത്തേക്ക് സരി ഗ പ രി ഗ പ ധ ഗ പ ധ സ സാ ധ പ ഗ ധ പ ഗ രി പ ഗ രി സ. ഇതാണ് ഏകതാളത്തിൽ മോഹനത്തിൽ വരുന്നത് ഏകതാളം. അപ്പൊ നമ്മൾക്ക് ഇതിനകത്ത് മന്ത്രസ്ഥായി സഞ്ചാരവും താരസ്ഥായി സഞ്ചാരവും നോക്കാം. ഏകതാളത്തിന്റെ അതേ പാറ്റേണിലാണ് ഞാൻ പറഞ്ഞത്. അപ്പം മന്ത്രസ്ഥായി എന്ന് പറയുമ്പോൾ പഞ്ചമം വരെ. അപ്പം ശരിക്കും പറഞ്ഞാല് എല്ലാ മ്യൂസിക്കൽ ഫോംസിലും 3 സ്ഥായിലുമുള്ള സഞ്ചാരങ്ങൾ ഉണ്ടാവും. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മധ്യസ്ഥായിലായിരിക്കും കൂടുതലും ഉള്ളത്, എങ്കിലും താരസ്ഥായിലും മന്ത്രസ്ഥായിലും സഞ്ചാരങ്ങൾ എല്ലാ ഗീതം തൊട്ട് എല്ലാ
കൃതി, കീർത്തനം, ജാവലി, തില്ലാന എല്ലാത്തിലും ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഈ 3 സ്ഥായിലും പ്രാക്ടീസ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം മന്ത്രപഞ്ചമം ടു താളപഞ്ചമം, അതാണ് ഇതിന്റെ ആ ഒരു രീതി. അപ്പം പദ സരി പദ സരി ഗ സരി ഗ സരി ഗ പ രി ഗ പ ധ ഗ പ ധ സ പ ധ സരി ധ സരി ഗ സരി ഗ പ പ ഗ രി സ ഗ രി സ ധ രി സ ധ പ സ ധ പ ഗ ധ പ ഗ രി ആ ഗ രി സ ഗ രി സ ധ രി സ ധ പ ആ ആ ആ ഒന്നാം കാലത്തിൽ നമ്മൾ സ്വരവും അതിന്റെ അകാരവും കഴിഞ്ഞു. നമുക്കിനി രണ്ടാം കാലം നോക്കാം. പദ സരി ദ സരി ഗ സരി ഗ പരി ഗ പദ ഗ പദ സ പദ സരി ദ സരി ഗ സരി ഗ പ പ ഗ രി സ ഗ രി സ ധ രി സ ധ പ സ ധ പ ഗ ധ പ ഗ രി പ ഗ രി സ ഗ രി സ ധ രി സ ധ പ ആ ആ അപ്പൊ രണ്ടാം കാലത്തിന്റെ അകാരവും സ്വരവും നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ അടുത്ത സ്പീഡ് നോക്കാം. മൂന്നാം കാലം. പദ സരി ദ സരി ഗ സരി ഗ പരി ഗ പദ ഗ പദ സ പദ സരി ദ സരി ഗ സരി ഗ പ പ ഗ രി സ ഗ രി സ ധ രി സ ധ പ സ ധ പ ഗ ധ പ ഗ രി സ ഗ രി സ ധ രി സ ധ പ ആ ഇതാണ് 3 കാലത്തിന്റെ സ്പീഡിൽ വരുന്നത്. ഒന്നുകൂടെ. പദ സരി ദ സരി ഗ സരി ഗ പരി ഗ പദ ഗ പദ സ പദ സരി ദ സരി ഗ സരി ഗ പ പ ഗ രി സ ധ രി സ ധ പ സ ധ പ ധ പ ഗ രി സ ഗ രി സ ധ രി സ ധ പ ആ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത് അകാരം മാത്രമല്ല, ഇകാരം, നമ്മൾ വവൽ സൗണ്ട്സ് എല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. കാരണം അത്രയും ഇകാര, ഉകാര, യകാര, ഓകാര, മുൻകാര ഇതെല്ലാം നമ്മൾ പാടുന്ന സാഹിത്യത്തിൽ വരുന്നതാണ്. ലിറിക്സ് വരുമ്പോഴത്തേക്ക് ഈ വവൽസ് എല്ലാം നമ്മുടെ സാഹിത്യത്തിൽ വരും. അപ്പം ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം മറ്റൊരു പ്രാക്ടീസുമായി, മറ്റൊരു എക്സസൈസുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.